അവനെ നാട് വിടാൻ സഹായിക്കണേ ഞാനാണ് കേട്ടോ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഫൈമിന്ന് നാട് വിടുകയാണ്. അപ്പം നാട് വിടാൻ സഹായിക്കണേ ഞാനാണ്. വളാഞ്ചേരിക്കാണ് നാട് വിടുന്നത്. അപ്പോൾ ഇന്നേ ഒരു ക്യാമ്പിന് പോവാണ്. അപ്പം ഓനവിടെ ഇറക്കിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഊട്ടി പോകുന്നുണ്ട്. ഞാനും പിന്നെ വൈഫും പിന്നെ എൻ്റെ ഫ്രണ്ട് ഫസ്റ്റിലും എൻ്റെ വൈഫും, ഞാൻ നാലാട്. അപ്പോൾ ആദ്യം നമുക്ക് ഫൈമിനെ ക്യാമ്പിന് ഇറക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് നാട് വിടാം. ഓക്കെ, അപ്പോൾ ഞങ്ങളാണ് നാട് വിടുന്നത് കേട്ടോ ശരിക്ക്. അപ്പോൾ എന്നാ ഓക്കെ, എന്നാ ഫൈമിനെ ക്യാമ്പിന് കയറുന്നതിന് മുമ്പ് ഒരു നല്ല ചായ കുടിക്കണം. ഞങ്ങൾ എത്തിയിട്ടാ. ഹാപ്പിയാ? ഫൈം ഹാപ്പിയാണ്. ഇനി എത്ര ദിവസം? 4 ദിവസം ക്യാമ്പ്. 3-ാം തീയതിയാണ് എൻ്റെ ക്യാമ്പ് കയ്യിൽ. ഇന്ന് 30-ാം തീയതി. 30, 1, 2, 3 4 ദിവസം കളറാക്കൂല്ലേ? ചാടിക്കാൻ ഓടാണ്. അപ്പം എന്നാ ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചു തരാം. അപ്പം നല്ലൊരു ചായയും കൊടുത്തു തന്നെ പറഞ്ഞേക്കാം. അവിടുത്തെ ഇങ്ങനത്തെ ഫുഡ് 4 ദിവസം അല്ലേ? 4 ദിവസം ഞങ്ങൾ എന്നെ മിസ് ചെയ്യുമല്ലോ. ഞങ്ങൾ തിരിഞ്ഞു വരുന്നത് 4 ദിവസം ജില്ലാക്കാൻ ഞങ്ങൾ തന്നെ ആക്കണത്. അങ്ങനെ നമ്മള് എവിടെ എത്തിയത്? എൻ്റെ വൈഫ് ഹൗസിലെത്തി. വൈഫ് ഹൗസും ഇവിടെ വളാഞ്ചേരിയാണ് കേട്ടോ. അപ്പം എൻ്റെ കൂടെ നാട് വിടാൻ എൻ്റെ വൈഫിൻ്റെ ഒരു അനിയനും പിന്നെ അവരൊരു കുടുംബക്കാരുണ്ട്. അങ്ങനെ ഇവർ 3 ആളല്ലേ നാട് വിടുകയാണ് ഒരു ക്യാമ്പിലേക്ക്. അപ്പോൾ അവരെയും കൂടി എടുക്കാണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഊട്ടി പോകണം. വൈഫ് ഇപ്പോൾ അവളെ വീട്ടിലുള്ളത്. അപ്പോൾ നമ്മൾ അവരെടുക്കാൻ ക്യാമ്പിൽ പോകണതിൻ്റെ ആവേശം അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം നമ്മളിതാ എത്തിയിട്ടുണ്ട്. ദിസ് ഈസ് മൈ വൈഫ് ഹൗസ്. എവിടെ മയിൽ ഇവിടെ ഉണ്ടല്ലോ. അതെ, കാണിച്ചു തരാം. മയില് അടുത്തുനിന്ന് ആദ്യമായിട്ടാണ് ഫൈമ മയിലിനാണ്. അതവിടെ അതാണ് 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 വൈഫിൻ്റെ വീട്ടിലാണ്ടത്. അയ്യവാ, പോവാ. അപ്പൊ ഞങ്ങളിതാ നാട് വിടുകയാണ്. ഫൈമിന്റെ കൂടെ നാട് വിടാനിതാ അബു, വൈഫിന്റെ ബ്രദർ ഇട്ടാ. അബു പ്രസന്റ്. അങ്ങനെ ഫൈമും അബുവാണ് നാട് വിടുന്നത്. ഓലെ നാട് കെടുത്തിട്ട് ഞങ്ങൾ വേറെ നാട് കെടുക്കും. ഞങ്ങൾ വേറെ വീഡിയോ എടുത്തിട്ടുണ്ട് രാവിലെ. അപ്പം ഇനി അവരെ നമ്മൾ ഇറക്കാൻ മുണിപ്പ് എത്തും. 5 മിനിറ്റ് എത്തും. ബാക്കി അമ്മ അവിടെ നിന്നാണ്. ഓക്കെ, ഞങ്ങൾ എത്തിട്ടാ. അങ്ങനെ നാട് വിടുകയാണ്. ഇവിടേക്ക് ഇവിടുത്തെ എന്താ കോളേജിൻ്റെ പേര്? IRHS അൽ ഫജർ ക്യാമ്പിന് പോവാണ് അവർ. ഇതാ അവന് പിടിക്കണോ? തുടങ്ങാനായി. ലഗേജ് വീട്ടിൽ വെച്ചു. അറിയില്ല, ഒരു പറഞ്ഞൊരു മേലെ റൂമുണ്ടാവും കേട്ടോ. രണ്ടാളും ക്യാമ്പിന് കയറിയേണ്ട ആവശ്യമില്ല. എന്നാൽ ശരി, ചെല്ലി നട്ടാ ഉഷാറാക്കി. അങ്ങനെ രണ്ടുള്ളൊരു മിഷൻ ഉണ്ടാവും ഗൈസ്. അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണ എത്തിയാണ്. അവിടെയാണ് നമ്മളെ ഫസ്റ്റിലും ലബി നമ്മളെ കൂടെ വരാവുന്ന 2 ഫ്രണ്ട്സ് കപ്പിൾസ്. 2 കപ്പിൾസ് ആണ്. അപ്പോൾ നെക്സ്റ്റോന് മുന്നിലുണ്ടെന്ന് പറഞ്ഞു. കണ്ടിട്ട് ടീമിനുണ്ട്. ഇതാ ഇപ്പോൾ വരും. എത്തി ആളെത്തി. എന്ത് എന്താ പഴയതൊരു കാക്രിക്കാരനാ? ഇതാണ് ആള്. എടാ എൻ്റെ പുതിയ എണ്ണ എടേ? ഈ വർഷം മുന്നിൽ എടുത്തോ, നമ്മളേതായാലും ഇപ്പോൾ ഇറങ്ങുമല്ലോ. ഇതാണ് ഫസലു. ആ വ്ളോഗിൽ ഇത് വോട്ട് ചെയ്തപ്പോഴുണ്ടല്ലോ. നമ്മളല്ലേ സാധനം കണ്ടേ? നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയാണ്.
ഫുൾ ലോഡാണ് നമ്മള്. ലേറ്റ് ആയിട്ടോ? ഞങ്ങള് യാത്ര ആരംഭിക്കുകയാണ്. ഗൈസ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിയതാണ്. നമ്മൾ ഗൂഡല്ലൂർക്ക് പോകുന്ന റോഡ്, നാടുകാണി കഴിഞ്ഞ് ഗൂഡല്ലൂർ റോഡ് ഒരു നല്ല തണൽ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഒന്ന് റെസ്റ്റ് എടുത്ത് ഭക്ഷണം കഴിച്ച് പോവാം. ഇതെന്താ, നെയ്ച്ചോറോ ബിരിയാണിയോ ഏതാണ്? മിക്സാ? നെയ്ച്ചോറിൽ ഇന്നലത്തെ ബിരിയാണിന്റെ മസാല ഇട്ടു. ബീഫ് അച്ചാർ റെഡി, ബീഫ് അച്ചാർ. ഇതോ, ഇതെന്താ ചമ്മന്തിയാ? ഇതെന്താ പീനട്ട് ബട്ടർ ചമ്മന്തി. ഇത് കുറച്ച് തോന്നട്ടോ കേട്ടോ, സ്പെഷ്യൽ ബീഫ് അച്ചാർ. ബീഫ് അച്ചാർ ഇട്, അതല്ലേ മെയിൻ. അച്ചാർ കഴിച്ചു. ഇനി 2 കരിക്കടിക്കാം. നമുക്ക് 2 കരിക്കെടുത്തോടെ വെക്കാം. കരിക്ക് 2 ഒന്നുകൂടി ഒന്ന് മതി. ചെറിയാനെ വിത്ത് മാൻ ഫസിലുർ റഹ്മാൻ. ഞാനൊന്ന് ഞങ്ങളെ കണ്ണോണ്ട് കണ്ടു. ചെറുതായിട്ട് പണിപാടി. മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്രൻ്റെ വഴി ക്ലോസ്ഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. സങ്കടയിലേക്ക് ഏയ് വെൽങ്ങടല്ലേ ഞങ്ങൾ കാണട്ടെ. പൈസ മാനില്ലാടെ, മാനടെ നല്ല ഈ കാറ് പോയ തന്നാലെ ബാക്കിൽ വണ്ടികൾ പോയിക്കോളൂ. നമുക്ക് ഇവിടെ നിൽക്കാൻ കുറച്ച് ആയിട്ടങ്ങളെ കാണാം. അതിന് പുറത്തേക്ക് കണ്ടാ മനസ്സിലാവൂല. നല്ലൊരു സ്പോട്ട്, നല്ല ക്ലൈമറ്റ്, നല്ല മയം പെയ്ത് കോടി ഇറങ്ങുന്നുണ്ട്. കിട്ടില്ലല്ലേ, നല്ലൊരു സ്പോട്ടും നമ്മളെ ക്യാമറയും കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെതാണ്, അതല്ലാണ്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഏതാ സ്പോട്ട്? ഇപ്പോൾ പോകുന്ന വഴി തന്നെയാണ്. അതാണ് നല്ല ക്ലൈമറ്റ്. ഇതരാ ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. ഓടിക്കോ. മാനത്തെ മണിച്ച് ഞങ്ങളങ്ങനെ ഊട്ടി എത്തുന്നതിൻ്റെ ഒരു 10-12 കിലോമീറ്റർ മുമ്പ് പിന്നെ ഹങ്കർ ഫോർട്ട് റോഡിലേക്ക് കയറി അവലാഞ്ചിക്ക് ചാണ്. ഞങ്ങളെ റിസോർട്ട് അവിടെയാണ്. കിട്ടില്ല റോഡ് കേട്ടാ, അടിപൊളി. മഴയും പെയ്തപ്പം കിട്ടില്ല ക്ലൈമറ്റ്.
ഈ റോഡൊന്നും ബ്ലോക്ക് ആവൂലേക്കും, അത് പേടി. ഓ കിലോമീറ്റർ ഉണ്ട്, എത്താനായിരുന്നോ? ആ അതൊക്കെ. ഓ നൈസ്. അവിടെ കിട്ടില്ല റോഡല്ലേ. ഞങ്ങൾ എത്തിപ്പെട്ടത്, വിചാരിക്കാണ്ട് എത്തിപ്പെട്ടത് ആ റീൽസിൽ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വലിയ റോഡ് വലിയ പിടുത്തല്ലേ, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷേ ഈ സ്ഥലമാണെന്ന് അറിയില്ലേ. മയം കൂടി പെയ്തപ്പോൾ അടിപൊളി. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, ഹങ്കർ ഫോർട്ട് ടെമ്പിളാ. നൈസ് സ്പോട്ട്. ഹലോ ഗൈസ്, ഹങ്കർഫോർഡ് മോഞ്ചി. നമ്മളെ റിസോർട്ടൊക്കെ പോയി, പക്ഷെ ആ റോഡ് പറഞ്ഞത് ബ്ലോക്കാണെന്നാ, പോകാൻ പറ്റൂല. പക്ഷെ ഭയങ്കര കിടിലൻ റോഡാണ്, പക്ഷെ ഭയങ്കര പേടിയില്ല. ആനയും കടുവൊക്കെ ഉണ്ടാവുന്നാണ് ഒരാളെ കണ്ടപ്പോ പറഞ്ഞത്. ഭയങ്കര ഡേഞ്ചർ ആണെന്നാണ് അവര് പറഞ്ഞത്. പക്ഷെ നമുക്ക് അങ്കർപൂർ കിട്ടിട്ട് അത് നല്ല മുതലായി. ഫ്രണ്ട്സ്, ഫൈനലി നമ്മളെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് വ്യൂ. രാവിലെയൊക്കെ നല്ല അടിപൊളിയായിരിക്കും. അപ്പം ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ്, ഏതാണ് റിസോർട്ട്, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോ നമ്മളെ സെക്കൻഡ് പാർട്ടിലായിരിക്കും ഉണ്ടാകല്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിക്കുകയാണ് കേട്ടോ. ബാക്കി നമുക്ക് അടുത്തതിൽ കാണാം. ഓക്കേ.